എടോ ബംഗാളി, കേറിയാലോ? താനിത് എവിടെ കയറി പോയാണ്? എനക്ക് മാനേജറെ ഒന്ന് കാണണം. ആഹാ, എന്താണ് കാര്യം? അത് ഡ്രൈവർ അറിയേണ്ട കാര്യമില്ല, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ചെല്ലി ചെല്ലി. ഇംഗ്ലീഷ് അറിയാമോ? ഓഫീസ് കാര്യങ്ങൾ ഇംഗ്ലീഷിലല്ലാണ്ട് തന്നെ രണ്ടും ഘട്ടം മലയാളത്തിൽ പറഞ്ഞാലുണ്ടല്ലേ സാറിന്റെ വായിന്നല്ല കുളിച്ചത് കേൾക്കും, അതും ഇംഗ്ലീഷിൽ. ചെല്ലി ചെല്ലി. അത്യാവശ്യത്തിനുള്ള ഇംഗ്ലീഷൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ടോ. ഞാനൊന്ന് പോടോ ഡ്രൈവറെ. സാറേ, നമ്മളുടെ കമ്പനിന്ന് ആരും അങ്ങനെ പിരിഞ്ഞു പോയില്ലേ പെട്ടിയുടെ കാര്യം എന്തായി? സാറേ? അത് ഭാസ്കർ നോക്കണ്ട സാർ. മൈ ഗോഡ്, അത് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ആകെ പ്രോബ്ലം ആവും. ഡോണ്ട് വറി സാർ, ടെൻഷൻ എടുക്കല്ലേ. ഭാസ്കർ അത് തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യും. ഓക്കെ ഓക്കെ സാർ. സാർ, പ്ലീസ് ലീവ് മീ അലോൺ. അതിന് ഞാൻ തന്നെ എന്ത് ചെയ്തു? ഒന്നുമില്ല സാർ, എന്നാലും പ്ലീസ് ലീവ് മീ ലോൺ. ഓ മൈ ഗോഡ്, MD പേടിച്ച് മാത്രമേ എല്ലാവരും സ്ഥാപനം വിട്ടു പോവാണോ? സാർ, പ്ലീസ് ലീവ് മീ അലോൺ. ഡോ, എന്താടോ തൻ്റെ പ്രശ്നം? അറിയാവുന്ന ഭാഷയിൽ പറയാം. എനിക്കൊരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി പോകാൻ ഒരു ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. ഓ, അതാണോ തൻ്റെ ലീവ് മീ അലോൺ? ബെഡാ സാബിനോട് എല്ലാം ഇംഗ്ലീഷിൽ ചോദിക്കണമെന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ഇങ്ങനെയുണ്ട് ഓരോ ഇംഗ്ലീഷ്. ഞാൻ ചെല്ല്, ഞാൻ നോക്കട്ടെ. സാർ, ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഇതെന്താണ് സാറേ? രാവിലെ പെട്ടിയായിട്ടാണല്ലോ പിടുത്തം. ഇതെനിക്ക് സാറ് പേഴ്സണലായിട്ട് വന്നൊരു ടാസ്കാ. എന്ത് ടാസ്ക്? MD സാറിന്റെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് ഇതിനകത്തുണ്ട്. സാറാണെങ്കിൽ ഇത് തുറക്കാനുള്ള കോഡും മറന്നു. ഇത് തുറന്നു കൊടുത്താലേ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രമോഷൻ. സീനിയർ എക്സിക്യൂട്ടീവ് ഭാസ്കർ ഇനി മുതൽ പ്രൊജക്ട് ഹെഡ് ഭാസ്കറാണ്. താ നോക്കിക്കോ. സാറേ ലഡു. താ. ആഹാ, പിങ്കി മേഡം ഇന്നും പതിവ് പോലെ നേരത്തെ ആണല്ലോ. എങ്ങനെ വൈകാണ്ടിരിക്കും? ഹസ്ബൻഡ് മദർ ഇന്ന് രാവിലെ തുടങ്ങും വഴക്ക്. പിന്നെ എല്ലാം ഒരുവിധം തീർത്തെന്റെ മേക്കപ്പും കഴിഞ്ഞു വരുമ്പോ ഈ നേരമാവും. കണ്ടാലും മതി. ഓ, എന്നും ഇത് തന്നെയുള്ള പരിപാടി. അല്ല, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോ മാഡത്തിന്റെ കസി ഏത് ഭാഗത്ത് നിൽക്കും? ഓ, പുള്ളി കിച്ചന്റെ ഭാഗത്ത് പോയി പതുങ്ങി നിൽക്കും. ഞങ്ങളുടെ ഇടക്കേറെ പുള്ളിക്കാണേ കേട്. ഫസ്റ്റ് എന്നാ ലഡു കഴിക്ക്. അയ്യോ, ഇപ്പൊ വേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞു മതി. ലിപ്സ്റ്റിക്ക് പോകും, അതാ. സാറേ, വാട്ട്? ലഡു കൊണ്ടുപോടും. വർക്കിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അവന്റെ ഒരു ലഡു. ഡ്രൈവറെ സ്ഥാനത്തങ്ങ് നിന്നാ മതി കേട്ടാ. എന്താണ് പുള്ളിയുടെ ഒരു ജാട? പുള്ളിക്ക് മാത്രമേ ജോലി ചെയ്യാൻ അറിയാൻ പാടില്ലെന്നാണ് ഭാവം. അലക്സാണ്ടർ അല്ലേലും ജോലിയിൽ ആത്മാർത്ഥതയുള്ള ആളാ. ഹലോ. ഏത് നേരം വർക്കല്ലേ, ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല. അയ്യോ, അത് ആത്മാർത്ഥത കൊണ്ടല്ല. പിന്നെ ഒരു ദിവസം വരാതിരുന്ന പിന്നെ പുള്ളി ഒരിക്കലും വന്നില്ലേലും കുഴപ്പമില്ലാന്ന് MDക്ക് മനസ്സിലാവും. അതോടെ ചിലപ്പോ പിരിച്ചു വിട്ടാലാ. ഇവിടെ പല ആൾക്കാരും പിരിഞ്ഞു പോകും. ഹലോ, കേൾക്കുന്നില്ല? ഹലോ. ആ പ്ലാൻ ചെയ്ത പോലൊക്കെ തന്നെയാണ്. നോക്കാം, ഇന്നത്തേക്ക് അറിയാന്നേ. നോക്കാം, ഒക്കെ ശരിയാവും. ഞാനൊരു കലക്കലക്കും, നീ നോക്കിക്കോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ, വെച്ചോ. ശരി, ബൈ. ഇന്നെന്താ വിശേഷം? അതാ എടോ, താടല്ലോടോ പറഞ്ഞത് എന്റെ ഇംഗ്ലീഷ് പോരാന്ന്. മാനേജർക്ക് നാം പറഞ്ഞല്ല പുഷ്പ പോലെ മനസ്സിലായി. മലയാളം തന്നെ കഷ്ടി, അപ്പോഴാണ് അവന്റെ ഇംഗ്ലീഷ്. ഒന്ന് പോടേ. ഹലോ, എന്റെ ഇംഗ്ലീഷിന് എന്തായിരുന്നു കൊണപ്പം? കൊണപ്പോ? ഓ, നിന്റെ ഇംഗ്ലീഷ് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര സംഭവമാണ്. അതെ, എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പമെന്ന് കുട്ടി ഒന്ന് പറ. കേക്ക്. പ്ലീസ് ലീവ് മീ അലോൺ. കുട്ടിക്ക് ഇത് എങ്ങനെ മനസ്സിലായി? ദേ കിടക്കണം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാ ആ രാഹുൽ സാറിന് രാവിലെ മുതൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ഫോണിൽ രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കണതാ. അപ്പൊ ഉറപ്പായിട്ടെന്തോ കുഴപ്പമുണ്ട്. എന്റെ ജോണേട്ടാ, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞു നടക്കുവാണല്ലോ. അരെ ഡ്രൈവർ, ആ രാഹുൽ സാറിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞത്? കുന്തം. ഓ, കുന്തം പറ്റിയോ? ആക്ച്വലി നീ ചിന്തിക്കുന്നത് വളരെ ശരിയാണ്. എന്നും ഒരേപോലെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ എത്ര നാളാ? ഇവിടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ വരണമെങ്കിലേ കുറച്ച് ബുദ്ധിയൊക്കെ പ്രയോഗിക്കണം. എങ്ങനെ?
നമ്മൾ ഈ ജോലിയിൽ തൃപ്തരല്ല എന്ന് കമ്പനിക്ക് തോന്നണം. അപ്പോൾ അവർ നമ്മളെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണം എനിക്ക് ഈ കമ്പനിയുടെ പ്രോജക്ട് ഹെഡ് ആവാൻ. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഏയ് ഒന്നും പറഞ്ഞില്ല. ഉന്തം എം ഡിയുടെ ഒരു പെട്ടി ഇത് തുറക്കാവുന്ന മാനേരുടെ തലമണ്ടക്കിട്ടൊന്ന് കൊടുക്കണം. അടിയടോ അടി അടി സാറേ ലഡു. എന്താടോ വിശേഷിച്ച്? ഇയാള് രാവിലെ മുതൽ ഇതും കൊണ്ട് നടക്കുവാണല്ലോ. തന്റെ ബർത്ത്ഡേ ആണോ? അല്ലെന്നേ. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും അല്ലേ? അയ്യോ അല്ല സാറേ. അതൊന്നല്ലടോ, ഇയാളെ ഈ കമ്പനിയിൽ എൻ്റെ ഡ്രൈവറായിട്ട് കയറിയിട്ട് 10 കൊല്ലമായി. അതിൻ്റെ ചെലവല്ലടോ. സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ സാറിൻ്റെ ഡ്രൈവറായിട്ട് കയറിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഇതതിൻ്റെ ചിലവല്ലട്ടാ. പിന്നെ 10 വർഷം വണ്ടി ഓടിച്ചെങ്കിലും ഇന്നലെയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. ഇതതിൻ്റെ ചിലവാണ്. ഓ മൈ ഗോഷ്. അയ്യോ, ഒരുപാട് പേർക്ക് ലഡു കൊടുക്കാണ്ട്. ഞാൻ പോണേന്ന്. ലഡു തികഞ്ഞാൽ മതിയായിരുന്നു. ലിസൺ എവറിബഡി, വി ആർ ഹിയർ ടു ടോക്ക് അബൌട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കമ്പനി കഴിഞ്ഞ കൊല്ലം വരെ പെർഫോമൻസിൽ മറ്റ് കമ്പനിക്കാളും അപേക്ഷിച്ച് വളരെ മുന്നിലായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ വളരെ പിന്നിലാണ്. എങ്ങനെ ആവാതിരിക്കും? സ്ത്രീകൾക്ക് സമത്വമുള്ള ഈ നാട്ടിൽ മാനേജറായി ഒരു സ്ത്രീയെ നിയമിക്കാൻ ഇതുവരെ MDക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഞാൻ ഇന്ന് എവിടെയും സ്ത്രീകൾ ഉണ്ടെങ്കിലേ വിജയമുണ്ടാവൂ. ഓ തുടങ്ങി സമീറയുടെ ഫെമിനിസം പറച്ചല്. ആരോട് പറയാം? MD ആണ്. ഹലോ സാർ. സാറ് ടെൻഷൻ അടിക്കില്ലേ, ശരിയാവും. ഒന്ന് വെയിറ്റ് ചെയ്യോ സാർ. എടോ ഭാസ്കര, MD വളരെ പ്രഷറിലാണ്. ആ പെട്ടീൻ്റെ അകത്ത് എന്തോ വില പിടിച്ച സാധനമാണെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ വല്ലതും തുറക്കുവോ? എം ഡിയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. ഇനി എനിക്ക് പ്രമോഷൻ.